നമസ്കാരം. നമസ്കാരം. ചേട്ടിപ്പോ SC വിഭാഗത്തിന് ഭൂമി നൽകുന്ന ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു അഴിമതി നടന്നിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുകയാണ് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ LDFന്റെ നേതൃത്വത്തിൽ. അത് ശരിയാണോ? തീർച്ചയായിട്ടും. ഏകദേശം 1,06,10,103 രൂപയുടെ വലിയൊരു അഴിമതിയാണ് കഴിഞ്ഞ 2010 കാലഘട്ടത്തിൽ കൊടുങ്ങല്ലൂർ നഗരസഭ ഭരിച്ചുകൊണ്ട് CPIയും CPM കൂടെ നടത്തിയിട്ടുള്ളത്. പാവപ്പെട്ടവരായിട്ടുള്ള SC വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും അതുപോലെ തീരെ നിർധനരായിട്ടുള്ള യാതൊരു നിവൃത്തിയില്ലാത്ത മറ്റ് സാധാരണ ജനവിഭാഗത്തിനും കൂടി വേണ്ടി EMSന്റെ പേരിലാണ് ആ ഭവന പദ്ധതി നടത്തിയിട്ടുള്ളത്. ആ മഹാനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയെ വേണമെങ്കിൽ സ്വാർത്ഥതൊന്നും ഇല്ലാതിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളം മുഴുവൻ കൊട്ടിക്കൊഴിച്ചുകൊണ്ടിരിക്കുന്ന EMSന്റെ പേര് പറഞ്ഞ് പറ്റിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കൊടുങ്ങല്ലൂരിൽ. BJP പറയുന്നത് വെറുതെ ഒരു ആരോപണമല്ല, കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ അത് വലിയൊരു അഴിമതി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ഈ ഭൂമി സംബന്ധമായിട്ട് 2018 വിജിലൻസിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് FIR ഇട്ടുണ്ട്. ഇതുവരെ 2025 ആഗസ്റ്റ് മാസത്തിൽ പോലും അതുമായി ബന്ധപ്പെട്ട് ഒരു പേപ്പർ പോലും അനങ്ങിയിട്ടില്ല. ഇപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിജിലൻസിന്റെ ചാർജ് ഉള്ളത് അല്ലെ ചുമതല വഹിക്കുന്ന മന്ത്രി നമ്മുടെ ആരാധ്യനായിട്ടുള്ള അല്ലെ കേരളത്തിന്റെ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. ആ കാലഘട്ടത്തിൽ ഒരു പാവപ്പെട്ട SC വിഭാഗം, പ്രത്യേകിച്ച് പട്ടിക വിഭാഗം, എല്ലാ കാലത്തും അടിസ്ഥാന വിഭാഗത്തിന്റെ സംരക്ഷകരായി നടക്കുന്ന ഇടതുപക്ഷത്തിന്റെ കാലഘട്ടത്തിൽ അവരാണ് അവരെ പറ്റിച്ചിട്ടുള്ളത്. ആ പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ചിട്ടുള്ളത് ഇടതുപക്ഷക്കാരനാണ്. 1,06,10,103 രൂപയുടെ അഴിമതി. ഒരാൾക്ക് പോലും ആ ഭൂമിയിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കില്ല. ഒരു വഴിയില്ലാത്ത ഭൂമി, അതുപോലെ ചതുപ്പും തോടും ചിറയുമായി നിൽക്കുന്ന ഭൂമി, ഇതാണ് ഭൂമിയുടെ കാര്യം. നിങ്ങൾ ആ ഭൂമി എൻ്റെ മുമ്പിൽ നിന്ന് ഞാനിത് സംസാരിക്കുന്ന സമയത്ത് എൻ്റെ പുറകിലുള്ള സംഭവമല്ല, നിങ്ങൾ ആ ഭൂമി കാണണം. ആ ഭൂമി ഈ നാട്ടിലെ ജനങ്ങളെ കാണിച്ചു കൊടുക്കണം. എന്നാലാണ് ഈ പാവപ്പെട്ടവനോട് ഇവര് നടത്തിയിട്ടുള്ള തട്ടിപ്പിന്റെയും കൊള്ളയുടെയും നേർച്ചിത്രം മനസ്സിലാക്കുന്നത്. ഇത്രയും പണം നൽകിയിട്ട് ഇങ്ങനെ ഭൂമി വാങ്ങുന്ന സമയത്ത് ഇത് സ്വാഭാവികമായിട്ട് അവരിലേക്ക് എത്തിപ്പെടേണ്ടതാണല്ലോ. ഈ SC വിഭാഗത്തിലേക്ക് അല്ലെങ്കിൽ പാവപ്പെട്ട ഭൂമിയില്ലാത്ത ആളുകൾക്ക് എത്തിപ്പെടേണ്ടത്. ആർക്കെങ്കിലും ഈ ഭൂമി ഉപകാരപ്രദമായിട്ടുണ്ട്? ഇന്നുവരെ ഒരാൾക്ക് പോലും ആ ഭൂമി ഉപകാരപ്പെടുന്നുണ്ട്. കാരണം ആ ഭൂമിയിലേക്ക് വാസയോഗ്യമായിട്ടൊരു സംവിധാനമില്ല. ചതുപ്പ് നിറഞ്ഞിട്ടുള്ള തോടുകൾ നിന്നുള്ള വെള്ളക്കെട്ടുള്ള സ്ഥലം സ്വാഭാവികമായിട്ട് എങ്ങനെയാ കൊടുക്കാൻ സാധിക്കുക? മാത്രമല്ല, 2010 എടുത്ത് മാത്രം പോരാ, 2010 ഒരു ഭൂമി എടുക്കുന്നു, വീണ്ടും 2012 കാലഘട്ടത്തിൽ, അതും ആദ്യത്തെ കാലഘട്ടത്തിൽ CPIയുടെ ചെയർപേഴ്സന്റെ നേതൃത്വത്തിലാണ്. അതും പ്രത്യേകതയുണ്ട്. ആ CPI ചെയർപേഴ്സന്റെ അവര് പ്രതിനിധീകരിക്കുന്ന വാർഡിലാണ്. അപ്പോ ആ ഭൂമി എങ്ങനെയാണെന്ന് അന്നത്തെ ആ CPIയുടെ ചെയർപേഴ്സണായിട്ടുള്ള ശ്രീമതി സുമാ ശിവൻ അറിയാം. ആ സുമാ ശിവന്റെ വാർഡിലെ ഭൂമി അവിടെ ജനങ്ങൾക്ക് അവിടെ കയറി ചെല്ലാൻ കഴിയില്ലെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. എന്തിനു വേണ്ടിയിട്ടാണ് എടുത്തെന്ന് വെച്ചാൽ ഇവരെ പറ്റിക്കാന്ന് മാത്രം ലക്ഷ്യമുള്ളൂ. അതിലൊരാൾക്ക് പോലും ഒരു കല്ലെടുത്ത് വെക്കാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ ആ തട്ടിപ്പിന്റെ വ്യാപ്തി മനസ്സിലാവും. ഇപ്പൊ കേവലം എത്ര രൂപയുടെ ഭൂമി ആയിരിക്കാം യഥാർത്ഥത്തിലുള്ള ആ ഭൂമിയുടെ ഒരു വാല്യൂ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന തുകയ്ക്കുള്ള ഭൂമി ഉണ്ടോ? തീർച്ചയായിട്ടും നമുക്കറിയാലോ. ഈ ഭൂമിയുടെ ഒരു പരിശോധന നടത്തുന്ന സമയത്ത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ പരിശോധിച്ചിട്ടുണ്ട്. ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ 2008 കാലഘട്ടത്തിൽ കൊടുങ്ങല്ലൂരിലെ CPIയുടെ ഒരു നേതാവ്, അദ്ദേഹം CPIയുടെ ബ്രാഞ്ചിലുണ്ടായിരുന്നു, ലോക്കൽ കമ്മിറ്റിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഭൂമി, അതുപോലെ അദ്ദേഹത്തിന്റെ അനുജനുണ്ട്, സഹോദരനാണ്. അദ്ദേഹം ഒരു പുല്ലൂറ്റുകാരാണ്. ഇദ്ദേഹം CPMന്റെ ആളാണ്. ഇവര് രണ്ടുപേരും ഇദ്ദേഹത്തിന്റെ ഒരു സഹോദരങ്ങൾ കൂടി എടുത്തൊരു ഭൂമി 2008 എടുക്കുന്നത് 2,80,000 രൂപ കൊടുത്തു. അതാണ് 2,80,000 എടുത്ത് 1 ഏക്കർ 35 സെന്റ് സ്ഥലം വാങ്ങിക്കുന്നത്. ഈ ഭൂമി 2012 കാലഘട്ടത്തിൽ വാങ്ങിക്കുന്നത് 54 ലക്ഷം രൂപ കൊടുത്തിട്ടാണ്. മനസ്സിലാക്കണം, 2,80,000 രൂപ കൊടുത്തിട്ട് 2008 വാങ്ങുന്ന ഭൂമി 4 കൊല്ലം കഴിയുന്ന സമയത്ത് 54 ലക്ഷത്തിലേക്ക് കടക്കുന്നു. ഇതല്ലേ കൊള്ള? ഇതാണ് കൊള്ള. ഇതത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ നികുതി പണം നൽകിയിട്ടുള്ളത് തട്ടിച്ചെടുക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോ അവിടെ അവരെ താമസിപ്പിക്കാന്നുള്ളതല്ല, ഇവരുടെ പാർട്ടിക്കും ഇവരുടെ നേതാക്കന്മാരുടെയും അവരുടെ ആവശ്യങ്ങൾക്ക് സമ്പത്ത് ശേഖരിക്കുന്ന നാടിനെ കൊള്ളയടിക്കുക എന്നുള്ളതല്ലാണ്ട് വേറൊന്നും ഇതിൽ നടന്നിട്ടില്ല. ഇപ്പോ ഈ ജനങ്ങളെ ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ആർക്കാണോ ഭൂമി ഈ LDF സർക്കാർ അല്ലെങ്കിൽ LDFന്റെ ഇവിടുത്തെ ഒരു ഭരണസമിതി എടുത്തത്, ആ പാവപ്പെട്ട സാധാരണക്കാരെ ഈ ഒരു വിഷയം പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് BJPക്ക് സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ സാധിച്ചിട്ടുണ്ടോ? BJP സ്വാഭാവികമായിട്ട് ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് BJP അതിന്റെ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളായിട്ട് മുമ്പോട്ട് പോകണം. ഈ നാട്ടിലെ ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്തണം. അതിനുവേണ്ടിയിട്ട് BJP ഒരു ക്യാമ്പയിൻ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിനാവശ്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതില് ദേശീയ തലത്തിലുള്ള പട്ടികജാതി കമ്മീഷനെ ഉൾപ്പെടെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചു, ആർക്കെങ്കിലും ഇത് ഗുണകരമായിട്ടുള്ളത്. ഈ കേസ് കൊടുക്കുന്നത് CPIയുടെ ഒരു പ്രവർത്തകനാണ്. അദ്ദേഹം വിവരാവകാശ പ്രവർത്തകനാണ്.
എന്തുകൊണ്ട് അദ്ദേഹം കേസ് കൊടുത്തു? അദ്ദേഹം ഈ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഈ തരത്തിൽ ഗുണഭോക്താവായിട്ടുള്ള ഇതിന്റെ ഒരു ഭൂമിയിൽ ഒരു കഷ്ണമെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരമ്പരയ്ക്ക് ലഭ്യമാകും. ആ ലഭ്യമാകാത്തതിൽ പാർട്ടിയെ പല സമയത്ത് അദ്ദേഹം സമീപിച്ചിട്ടുണ്ടാകണം. ആ സമീപിച്ചിട്ടും കൃത്യമായിട്ട് മറുപടി ലഭിക്കാത്തതുകൊണ്ട് മാത്രമല്ല അദ്ദേഹത്തിനോട് പറഞ്ഞത് ഇത്ര യാതൊരു തട്ടിപ്പൂടും നടന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ടും പോട്ടുള്ള. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് 2017 ഒരു പരാതി കൊടുക്കുന്നു. ആ പരാതിയുടെ തുടർന്ന് അതിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ എനിക്കറിയാമോ. ആ പരാതി കൊടുക്കുന്നതിനെ തുടർന്ന് 2018 വിജിലൻസിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയും FIR ഇട്ടിട്ട് കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ആ കാലഘട്ടത്തെ സെക്രട്ടറി വിജയമോഹൻ എന്ന് പറഞ്ഞ ഒന്നാം പ്രതിയും, രണ്ടാം പ്രതിയാക്കിയിട്ടുള്ളത് കൊടുങ്ങല്ലൂർ നഗരസഭയുടെ 2010 കാലഘട്ടത്തിലെ ചെയർപേഴ്സൺ സുമാ ശിവൻ, മൂന്നാം പ്രതി CPM-ന്റെ ചെയർപേഴ്സണായിരുന്ന മഹേശ്വരി, അതുപോലെ തന്നെ നിലവിലുള്ള മുഴുവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാര്, കൂടാതെ പട്ടികജാതി വർക്കിംഗ് ഗ്രൂപ്പ് എന്നൊരു വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ വർക്കിംഗ് ഗ്രൂപ്പിന്റെ ചെയർപേഴ്സൺ ഒരു CPM-ന്റെ പ്രവർത്തകരായിട്ടുള്ള നൈജി എന്ന് പറഞ്ഞാൽ അത് മാത്രമായിരുന്നില്ല അവരുടെ ചുമതല. കൊടുങ്ങല്ലൂരിലെ വികസനം മൊത്തത്തിൽ നടത്തേണ്ട വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. അവരുകൂടെ നിന്നുകൊണ്ടാണ്, അവര് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളാണ്, അവരുകൂടെ കൂട്ടി നിന്നുകൊണ്ടാണ് ഈ പട്ടികജാതി വിഭാഗത്തെ ചതിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് നിലവിൽ ഇതിൽ പരാതിയുണ്ടോ? കേസ് നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇതിലൊരു വിജിലൻസ് കേസ് നടക്കുന്നുണ്ട്. അത് കോടതിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് എന്റെ അറിവ്. 2018 FIR സ്വാഭാവികമായിട്ടും കോടതിയിൽ എത്തിയിട്ടുണ്ടാവും. പക്ഷെ അതിപ്പോഴും വിജിലൻസിന്റെ കമ്മീഷന്റെ മുമ്പിൽ മേശപ്പുറത്ത് ഇരുന്ന് വിശ്രമിക്കണം. ആ ഒരു കാലാംശത്തിലാണ് BJP ഇത് ഏറ്റെടുത്തുകൊണ്ട് ആ പാവപ്പെട്ട ആളുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് സമരമുഖത്തേക്കും നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കും കടക്കുന്നത്. ഈ സമരത്തിന്റെ അല്ലെങ്കിൽ ഇത് ജനങ്ങളിലേക്കിടയിലേക്ക് ചെല്ലുന്ന സമയത്ത് അവരുടെ ഒരു പ്രതികരണം എന്താണ്? വർഷങ്ങളായിട്ട് LDF വോട്ട് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഒരു പരിധി വരെ അവിടെയുള്ള ആളുകൾ. അപ്പോൾ ഇത് അവരുടെ ഇടയിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്താറില്ല. ആ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച സമയത്ത് അവരുടെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടുത്തെ ഇടതുപക്ഷ ഭരണസമിതി ഒന്നാം തരം തട്ടിപ്പാരും കൊള്ളക്കാരുമാണെന്ന് തെളിയിക്കാൻ തരത്തിലേക്കുള്ളൊരു കേസ് അല്ലെങ്കിൽ ഒരു തട്ടിപ്പ് ഇങ്ങനെ നടന്നിട്ടുണ്ടെന്ന് അറിയുന്നത് അവർ ഈ പാവങ്ങൾ ഈ കാലഘട്ടത്തിലാണ്. BJP അത് പൊതുജനത്തിനോട് പറയുമ്പോഴാണ് ഇതറിയുന്നത്. ഇപ്പോൾ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി. പലരും ഞാനൊരു ഇതുമായി ബന്ധപ്പെട്ടിട്ടൊരു വിഷയം ഒരു ഫേസ്ബുക്കിലൂടെ നമ്മൾ ആളുകൾ അറിയിച്ച സമയത്ത് വലിയ തോതിലുള്ള പ്രതികരണം എന്നോട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് BJP ഈ കാര്യം അറിഞ്ഞിട്ട് ഏറ്റെടുക്കാതെ. പക്ഷെ BJP ഏറ്റെടുക്കാതിരുന്നതല്ല. ഇത് 2018 FIR ഇട്ടുള്ള സാധനം വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് മേശപ്പുറത്ത് അടയരിച്ചവളാണ് BJP പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അത് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച പോലെ BJP തീർച്ചയായിട്ടും ഇതിന്റെ പുറകിൽ പോയിട്ട് ആർക്കാണോ ഇതിന്റെ അവകാശം അല്ലെങ്കിൽ ഇത് ആരാണോ തട്ടിയെടുത്തിട്ടുള്ളത് പൊതുമുതൽ നശിപ്പിച്ചുള്ള അവനെ കൊണ്ട് ഖജനാവിലേക്ക് തിരിച്ചടപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള BJP ശ്രമം. അപ്പൊ ഇത് വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ ഇത് BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് വിഷയം തന്നെ ആയിരിക്കും. ഒരു തെരഞ്ഞെടുപ്പ് വിഷയത്തിനപ്പുറം ഒരു പൊതുജനത്തിലെ വിഷയമാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും പൊതുജനങ്ങളുടെ വിഷയങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ വരുന്നത്. അതുകൊണ്ട് അത് തെരഞ്ഞെടുപ്പ് വിഷയമായി മാറിക്കൂടാ എന്നില്ല. മാത്രമല്ല ഇത് ജനം ഏറ്റെടുക്കുന്ന യാതൊരു സംശയം. BJP ഇത് എന്തുകൊണ്ടാണ് ഇപ്പോ ഈ ഒരു സമയത്ത് ഇത് ഇങ്ങനെ ഒരു പ്രതിഷേധമായിട്ട് വരുന്നത്? BJP കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. പല കൗൺസിൽ കാലഘട്ടത്തിലും പല ബഡ്ജറ്റ് ചർച്ചകളിലും ഈ കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള BJPയുടെ കൗൺസിലർമാര് അതിന്റെ വേണ്ടപ്പെട്ട സ്ഥലങ്ങൾ പ്രത്യേകിച്ച് കൗൺസിലും മറ്റുമൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോ 2025 എത്തിയ സമയത്തും 2018 എടുത്ത കേസിനെ കുറിച്ച് യാതൊരു മിണ്ടാട്ടമില്ലാത്ത സാഹചര്യം BJP ഇത് വീണ്ടും ഏറ്റെടുത്തുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഗുണഭോക്താക്കൾ ലഭ്യമാകേണ്ടത് കിട്ടണം. അല്ലെങ്കിൽ ഈ കട്ടക്കൊള്ളക്കാരെ തിരിച്ചുകൊണ്ട് ഒന്നുകിൽ അവരെ ആവശ്യമായിട്ടുള്ള മാതൃകാപരമായിട്ട് ശിക്ഷിക്കപ്പെടണം. ആ പണം ഖജനാവിലേക്ക് എത്തണം. ഇതാണ് BJPയുടെ ലക്ഷ്യം. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ SC വിഭാഗത്തിനും അതോടൊപ്പം തന്നെ പാവപ്പെട്ട ഭൂമിയും വീടും ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റി എടുത്ത ഭൂമിയുടെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. ഏകദേശം 2010 2012 രണ്ട് ഘട്ടമായിട്ടാണ് ഈ ഭൂമി എടുത്തിരിക്കുന്നത്. 2025 പോലും അവിടേക്ക് ഒരാൾക്ക് പോലും വന്ന് താമസിക്കാൻ പറ്റാത്ത തരത്തിലേക്കുള്ള അത്രയും ചതുപ്പ് പ്രദേശം എടുത്തുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പറ്റിക്കുന്ന ഇതുപോലുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു മുനിസിപ്പാലിറ്റി കേരളത്തിന് തന്നെ ഒരു അപമാനമാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല. അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ ഇവിടെ BJPയുടെ കൗൺസിലറായിട്ടുള്ള ശ്രീ ജയദേവൻ ചേട്ടനോടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വരുന്ന ഈ ഒരു സമയത്ത് ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ ശക്തമായിട്ടുള്ള ഒരു മാറ്റത്തിന്റെ സാധ്യതകൾ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തുന്നതിന്റെ ഉദാഹരണമായിട്ട് തന്നെയാണ് BJP ഇതുപോലുള്ള വിഷയങ്ങൾ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. കൊടുങ്ങല്ലൂരിൽ നിന്നും വിപിൻലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.